ഇന്ന് ഞങ്ങൾ ഡൽഹിയിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണാനുള്ള പ്ലാനിലാണ്. എല്ലാവരും ഫ്രഷപ്പായി ഇറങ്ങുമ്പോഴേക്കും ഏകദേശം ഉച്ചയാവാറായി. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി അവരൊരു ടാക്സി അറേഞ്ച് ചെയ്തു തന്നു. അതിലാണ് ഞങ്ങളുടെ ഇന്നത്തെ കറക്കം. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഇവിടെയാണ്, ബിർള മന്ദിർ. 1938 ജുഗൽ കിഷോർ ബിർളയും പിതാവും സഹോദരന്മാരും ചേർന്നാണ് ആദ്യത്തേത് ഡൽഹിയിൽ നിർമ്മിച്ചത്. അവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പോയത് കുത്തബ് മിനാർ കാണാനാണ്. പോകുന്ന വഴി പാർലമെന്റും രാഷ്ട്രപതി ഭവനും ഒക്കെ കണ്ടു. അവിടെ ഇറങ്ങി അതിനടുത്തുള്ള മൈതാനത്തിലും കുറച്ച് സമയം ചിലവഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തി. ഞങ്ങൾ പോയ ദിവസം വുമൺസ് ഡേ ആയതുകൊണ്ട് എൻട്രി ഫ്രീ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നായിരുന്നു ടിക്കറ്റ് എടുക്കേണ്ടത്. ഇത് ഡൽഹിയിലുള്ള ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. ഇന്ദിരാഗാന്ധി ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് വെടിയേറ്റ് മരിക്കുന്നത്. കൊല്ലപ്പെടുന്ന സമയത്ത് ഉടുത്തിരുന്ന സാരിയും ചെരുപ്പും ബാഗുമൊക്കെയാണിത്. ഇതിപ്പോൾ ഒരു മ്യൂസിയമായി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് കാണാൻ എത്തുമ്പോഴേക്കും ഏകദേശം രാത്രിയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തോടൊപ്പം പോരാടി മരിച്ചവരുടെ സ്മാരകമായാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത്. ഡൽഹിയിലെ രണ്ടാം ദിവസമായ ഇന്നത്തെ പ്ലാനിംഗ് താജ്മഹൽ കാണുക എന്നതാണ്. ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് ട്രെയിനിലാണ് പോയത്. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഒരു ടാക്സിയിലാണ് ഞങ്ങൾ താജ്മഹലിലേക്ക് പോയത്. അകാലത്തിൽ പൊലിഞ്ഞുപോയ തൻ്റെ പ്രിയ പത്നി മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി ഷാജഹാൻ ചക്രവർത്തി ആഗ്രയിൽ യമുനാ തീരത്ത് കെട്ടിപ്പൊക്കിയതാണ് താജ്മഹൽ. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്ന്. പുസ്തകത്താളുകളിൽ മാത്രം കണ്ട് മനം നിറച്ചിരുന്ന താജ്മഹലും കുത്തബ് മിനാറുമൊക്കെ നേരിൽ കാണാൻ കഴിഞ്ഞു എന്നതാണ് ഈ യാത്രയിലെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അടുത്തത് ഞങ്ങൾ പോകുന്നത് നേരെ മണാലിയിലേക്കാണ്. മണാലിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.